ഒരു വർഷം ഞാൻ വീട്ടിൽ എന്താണ് കാരണം പറയുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല. കാരണം ഒരു ഇപ്പൊ ഈ കഴിഞ്ഞ ഗുരുവായൂരത്തെ ഒരു വിഷയം നിങ്ങളൊക്കെ അതേപോലെന്ന് വെച്ചാൽ ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരി എന്ന് മുദ്ര കുത്തിയൊരു വ്യക്തിയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കോരങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ ക്ലാസ് വരുന്നതും IT ക്ലാസ് വരുന്നതും കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ ITക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ പറഞ്ഞതുപോണം ഇത് ഞങ്ങൾ കൊടയൊന്നും മഴയുടെ ഒരു സ്കൂൾ തുറക്കുന്ന സമയം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ IT ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഒടുക്കമത്തെ മഴ. പകുതി മുക്കാൽ കുട്ടികളും കുട ഉണ്ടോ നമുക്ക് ഉള്ളോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഞങ്ങൾ 4 കുട്ടികൾ അവിടെ പോസ്റ്റ് ആയി. ക്ലാസ് പുറത്ത് വേറെ ക്ലാസ് തുടങ്ങുകയും ചെയ്തു. അപ്പം ഞങ്ങൾ നിന്നത് +1 ആ ഒരു ഏരിയയിലാണ് നിന്നത്. അപ്പം എൻ്റെ ഒരു വകയിലുള്ളൊരു കസിൻ അവിടെ ഉണ്ട്, +1 അപ്പോൾ ഓനെ ഞാൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഞങ്ങളുടെ നാളെ ആളെ ബുക്ക് ഇനി ഇവിടെ വെക്കോ, ഞാൻ വൈകുന്നേരം മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. ഓന് ജനാലിൻ്റെ ഉള്ളിൽ കൂടി അവൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ കേട്ടോ ജനാലിൻ്റെ ഉള്ളിൽ കൂടി അവൻ ഇങ്ങ് വാങ്ങിയത്. ഞങ്ങൾ എന്നിട്ട് മഴയും കൊണ്ട് ഓടി. കാരണം ബുക്ക് നനയണ്ട, നമ്മൾ നനഞ്ഞാലും ബുക്ക് അന്നത്തെ കാലത്ത് നമുക്ക് അതാ ബുദ്ധി. ഇന്നത്തെ കാലം നമ്മൾ ബുക്ക് നനഞ്ഞാലും കുഴപ്പമില്ല, പനി പിടിക്കരുത് എന്നാണ്. അന്ന് പനി പിടിച്ചാലും കുഴപ്പമില്ല, ബുക്ക് നനയുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവനെ കണ്ടപ്പോൾ ഇവന് പറഞ്ഞ് എൻ്റെ അല്ല പിന്നെ വേറൊരാളെടുത്താണ് ബുക്ക് എന്ന് പറഞ്ഞു. കബീറിൻ്റെ അല്ല ബുക്ക് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ കബീറിൻ്റെ അടുത്തുണ്ട് ബുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കബീറിനോട് ബുക്ക് വാങ്ങാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഷെബീബക്ക് ഞാൻ അതിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബുക്കിന്റെ ബാക്ക് വശം തുറന്നപ്പം മോളിൽ ഷെബീബക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി ഞാൻ വായിക്കാം. അതാണ് അല്ല ഓൻ എന്തോ ലെറ്റർ എഴുതിയതാണ്. അപ്പൊ ഞാൻ നേരെ കീറിയിട്ട് ഓളെ കയ്യിൽ അങ്ങ് കൊടുത്തു. ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, സത്യം പറയുന്നതിന് എന്താ ഞാൻ അത് വായിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മോനുണ്ടല്ലോ, ഈ അമ്മോനും അമ്മോൻ്റെ ഭാര്യയും അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്ന്. അപ്പം അമ്മോന് വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ബുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. മൂപ്പര് ഈ ബുക്ക് ചെക്ക് ചെയ്ത് എഴുതിയതിൻ്റെ പകർപ്പുണ്ടല്ലോ, ഈ പകർപ്പ് അതിൽ ഉണ്ടല്ലോ അതവർ കൂട്ടി വായിച്ച്. മോളത്തെ ഷെബീബക്ക് ഒഴികെ ബാക്കിയൊക്കെ അവർ വായിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഷെബീബക്ക് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു പേര് മാറ്റിയതാണ്, എനിക്കുള്ളത് ഒരു പേര് മാറ്റിയതാ വീട്ട് പിടിക്കുന്നതിന് എന്നുള്ളത് ആക്കി. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഷെബീബക്ക് ദൈവം നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷെബീബക്കും കൊടുക്കുന്നുണ്ട്, കബീറിനും കൊടുക്കുന്നുണ്ട്, അതറിയുന്നുണ്ട്, തൃപ്തിപ്പെടുന്നുണ്ട്. ഷെബീബനെ വിളിച്ചിട്ട് ഷെബീബന്റെ ഉമ്മയാ ഫോൺ എടുത്തത്. ഉമ്മ ഒരൊറ്റ ഡയലോഗാ പറഞ്ഞേ, നിങ്ങളെ മോള് തോന്നിവാസം ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ മോളെ മേക്കിട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട. അത് നേരെ കബീറിനെ വിളിച്ചു. ലെറ്ററോ? ഞാനങ്ങനെ ഒരു ലെറ്ററേ എഴുതിയില്ല. അടിപൊളി. ആര് കള്ളിയായി? കമഴ്ത്തി. വാപ്പ അന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വിറകടുപ്പാ, ഗ്യാസൊന്നും ഇല്ലേ, കയ്യിൽ കിട്ടിയത് മട്ടലോണ്ട് വാപ്പാന്റെ അരിശൊക്കെ മട്ടലോണ്ട് അട്ട് തീർത്തു, അടിച്ച് പൊളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി ഹൈവേയിലേക്ക് എത്തി. ഒരാളുടെ അടുത്ത് കൈ കാട്ടി എന്നപ്പോഴേക്കൊക്കെ ഏകദേശം ഞാൻ എങ്ങനെയാ അവിടേക്ക് എത്തിപ്പെട്ടെന്ന് എനിക്കും തമ്പുരാനെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് എത്തി ഒരാളുടെ വണ്ടിക്ക് കൈ കാട്ടി. ഞാൻ പറഞ്ഞു വീട്ടിൽ ഇങ്ങനെ വിഷയം ഉണ്ടായി, വാപ്പ തല്ലിയിട്ട് ഇറങ്ങിയതാണ്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ പോലീസ് സ്റ്റേഷനിൽ വിടരുത്, ഒരു ദിവസം എന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ. ആള് കുറച്ച് ആൽക്കഹോളിക് ആയിരുന്നു കേട്ടോ ആള്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. കാരണം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. വാഷ്റൂം യൂസ് ചെയ്ത് വന്നപ്പോൾ ഇയാൾ ഒരൊറ്റപ്പിടുത്തം. അപ്പം എനിക്ക് തോന്നി ഇത് പണിയാവുന്നു. ഞാൻ അവിടെ നിന്ന് ഒച്ചട്ടോട്ടെ. അപ്പോൾ ഇത് ഇയാളുടെ പ്രായമായ ഉമ്മയും വാപ്പയാണ്. അവരുണർന്ന് ഞാനും പറഞ്ഞു എന്നെ ഇങ്ങനെ കയറി പിടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു എന്നാ എന്നെ ഏടാന്ന് വെച്ചാൽ ഇറക്കി തരാമെന്നു. ഞാൻ പറഞ്ഞു എന്നെ താമരശ്ശേരി ഇറക്കിയാൽ മതി. താമരശ്ശേരി ഇറക്കിയപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. കാരണം ഉപ്പായും ഉമ്മായൊന്നും നാട്ടിലുള്ള പാട്ട് ജസ്നി ആരുടെയോ കൂടെ ഒളിച്ചോടി. 14 വയസ്സിൽ ജസ്നി ആരുടെയോ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട്